കേരളം ഇങ്ങനെ പോയാൽ പോരാ. കേരളം ഒരുപക്ഷെ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനത്തിന് സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ മാനവ വിഭവശേഷിയും ഭൂസമ്പത്തും ഭൂപ്രകൃതിയും ഒക്കെ അനുയോജ്യമായ ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ന് കേരളത്തിലെ സ്ഥിതി, ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസത്തിനും ജോലിക്കും ഒക്കെയായി ആളുകളെല്ലാവരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുകളും കേരളത്തിൽ നിന്ന് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ മുതിർന്ന പൗരന്മാർ മാത്രം ജീവിക്കുന്ന ഒരു സംസ്ഥാനമായി മാറും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ പല ജില്ലകളും ശ്രദ്ധിച്ചാൽ പല ജില്ലകളിലും ഇന്ന് വലിയ വീടുകളും അവിടെ രക്ഷിതാക്കളും അവരെ നോക്കാൻ വേണ്ടി പ്രത്യേകം ആളുകളെ നിയോഗിച്ചിരിക്കുന്നതല്ലാതെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലില്ല. കേരളത്തിൽ ITIകളിൽ ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കേരളത്തിലെ ആർട്സ് കോളേജുകളിൽ ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. BTech, MTech പോലെയുള്ള അത് പഠിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കേരളത്തിൽ ഈ കോളേജുകളിൽ പഠിക്കാൻ ആളെ കിട്ടാത്ത സ്ഥിതി ഇന്ന് കേരളത്തിലുണ്ട്. നേരെ മറിച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഇതിനെല്ലാം പഠിക്കാൻ വേണ്ടി പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പഠിച്ച് പാസ്സായ ആളുകൾ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോവാണ്. കാരണം അവർക്ക് ജോലി എടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലില്ല.